തിരുവനന്തപുരം കാര്യവട്ടം ഗവൺമെന്റ് കോളേജിൽ റാഗിംഗ് പരാതി. ബയോടെക്നോളജി 1ാം വർഷ വിദ്യാർത്ഥിയാണ് പ്രിൻസിപ്പലിനും കഴക്കൂട്ടം പോലീസിനും പരാതി നൽകിയത്. അന്വേഷണം നടത്തിയ ആന്റി റാഗിംഗ് കമ്മിറ്റി ഇക്കാര്യം സ്ഥിരീകരിച്ചു. 1ാം വർഷ ബിരുദ വിദ്യാർത്ഥികളായ 7 പേർക്കെതിരെ പരാതിയുണ്ട്. CCTV ദൃശ്യങ്ങളും സാക്ഷിമൊഴികളും പരിശോധിച്ചാണ് റാഗിംഗ് നടന്നതായി സ്ഥിരീകരിച്ചത്. എൻ്റെ പേര് ബിൻസ്. ഞാൻ ഗവൺമെൻറ് കോളേജ് കാര്യവട്ടത്ത് പഠിക്കുന്നു. ഞാനും എൻ്റെ കൂട്ടുകാരൻ അഭിഷേകും കൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ അവിടെ സീനിയർ പയ്യന്മാർ നമ്മളെ തടഞ്ഞു നിർത്തി അടിക്കുമായിരുന്നു. അടിയിലിടയ്ക്ക് അഭിഷേകാണെങ്കിൽ ഇവിടെ ഓഫീസ് റൂമിലോട്ട് ഓടിപ്പോയി. അപ്പം ഞാൻ അവിടെ ഒറ്റയ്ക്കായിപ്പോയി. അപ്പോൾ എന്നെ അവർ കുറേ അടിച്ച്. അത് കഴിഞ്ഞിട്ട് ഒരു വേലു എന്ന് പറഞ്ഞ ഒരാൾ എന്നെ യൂണിറ്റ് റൂമിൽ കൊണ്ട് നിർത്തിയിട്ട് എന്നെ മുട്ടുകുത്തിരുത്തിയിരുന്നു. അത് കഴിഞ്ഞിട്ട് മറ്റേ ക്രിക്കറ്റിൻ്റെ സ്റ്റമ്പൊക്കെ പിടിച്ച് വെച്ചിട്ട് എന്നെ അടിക്കുമെന്നാണ് പറഞ്ഞത്. ഇരുന്നില്ലെങ്കിൽ അടിക്കുമെന്ന് പറഞ്ഞ് എന്നിട്ട് ഒരു അടി തന്നു, കവലത്തൊരു അടി തന്ന്. അത് കഴിഞ്ഞിട്ട് ഞാൻ വെള്ളം ചോദിച്ചു, തൊണ്ടാണ്ട് വെള്ളം ചോദിച്ചപ്പോൾ എല്ലാവരും പുറത്തിറങ്ങിയിട്ട് വെള്ളം ഒരു ചേട്ടൻ ഇങ്ങനെ പാവല്ലേ കൊടുക്കാമെന്ന് പറഞ്ഞ് ഒരു കുപ്പി വെള്ളം കൊണ്ട് തന്ന്. അങ്ങനെ അത് വേലെന്ന് പറഞ്ഞാൽ പകുതി കളഞ്ഞിട്ട് വായ തുപ്പി വായിക്കത്തെടുത്ത് തുപ്പിക്കിട്ട് ലാസ്റ്റ് വന്നത് വായ കൊണ്ട് എടുത്തിട്ട് തുപ്പി ഇട്ടാണ് എനിക്ക് കുടിക്കാൻ തന്നത്. ഞാനാണെങ്കിൽ കുടിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പകുതി കുടിച്ചിട്ട് തുപ്പാൻ വേണ്ടി വന്നപ്പോൾ തുപ്പിയ അടിക്കുമെന്ന് പറഞ്ഞു, തലയടിച്ച് പൊട്ടിക്കുമെന്ന് പറഞ്ഞ്. അരുൺ വിവരങ്ങൾ പങ്കുവെക്കുകയാണ്. അരുണ, ഇതിപ്പോൾ അതിക്രൂരമായ കാര്യങ്ങളാണ്. എന്താണ് ആന്റി റാഗിംഗ് കമ്മിറ്റി കണ്ടെത്തിയിരിക്കുന്നത്? ഈ പ്രതികളായ ആളുകളെ കണ്ടെത്താനായിട്ടുണ്ടോ? കഴിഞ്ഞ ആഴ്ചയാണ് ഈ സംഭവം നടന്നത്. അന്ന് തന്നെ ഈ കുട്ടി പരാതി നൽകിയിരുന്നു, വിദ്യാർത്ഥി പരാതി നൽകിയിരുന്നു. കഴക്കൂട്ടം പോലീസിനും അതുപോലെ തന്നെ ആന്റി റാഗിംഗ് സമിതിക്കും പ്രിൻസിപ്പലിനും ഒക്കെ പരാതി നൽകിയിരുന്നു. അതിനെ തുടർന്ന് ആന്റി റാഗിംഗ് സമിതി ഇത് പരിശോധിച്ചു. അവരുടെ റിപ്പോർട്ട് കൂടി അടിസ്ഥാനത്തിൽ കേസെടുക്കാമെന്നാണ് പോലീസ് നേരത്തെ പറഞ്ഞിരുന്നത്. ഏതായാലും ആന്റി റാഗിംഗ് സമിതി വിദ്യാർത്ഥി പറയുന്നത് പോലെ റാഗിംഗ് നടന്നിട്ടുണ്ട്. മുതിർന്ന വിദ്യാർത്ഥികൾ ഈ 1ാം വർഷ വിദ്യാർത്ഥി റാഗ് ചെയ്തു എന്ന് തന്നെ ആന്റി റാഗിംഗ് സമിതി കണ്ടെത്തിയിട്ടുണ്ട്. 3ാം വർഷ വിദ്യാർത്ഥികളായ 7ഓളം പേർക്കെതിരെയാണ് പരാതിയുള്ളത്. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചു, സാക്ഷിമൊഴികൾ പരിശോധിച്ചാണ് ഈ ഒരു ക്രൈം റാഗിംഗ് നടന്നതായി കണ്ടെത്തിയിട്ടുള്ളത്. കഴിഞ്ഞ 11ാം തീയതി സീനിയർ ജൂനിയർ വിദ്യാർത്ഥികൾ തമ്മിൽ കാര്യവട്ടം ഗവൺമെന്റ് കോളേജിൽ സംഘർഷമുണ്ടായിരുന്നു. അതിന്റെ തുടർച്ചയാണ് ഈ പ്രശ്നങ്ങൾ. ബിൻസ് ജോസിന്റെ സുഹൃത്ത് അഭിഷേകിന് സീനിയർ വിദ്യാർത്ഥികളുടെ മർദ്ദനത്തിൽ അന്ന് പരിക്കേറ്റിരുന്നു. ഇരു കൂട്ടരുടെയും പരാതിയിൽ അന്ന് തന്നെ കഴക്കൂട്ടം പോലീസ് അത് മർദ്ദനം എന്ന അല്ലെങ്കിൽ സംഘർഷവുമായി ബന്ധപ്പെട്ട കേസുകളാണ് അന്ന് രജിസ്റ്റർ ചെയ്തത്. അഭിഷേകിനെ അന്വേഷിച്ചെത്തിയ ബിൻസിനെ ഇവർ യൂണിറ്റ് റൂമിൽ കൊണ്ടുപോയി പിടിച്ചുകൊണ്ട് മർദ്ദിച്ചു. ഇത്തരത്തിൽ തുപ്പി ഇട്ട വെള്ളം കുടിപ്പിച്ചു തുടങ്ങിയ പരാതികളാണുള്ളത്. ഷർട്ട് വലിച്ചു കീറി മുട്ടുകാലിൽ നിർത്തി മുതുകിലും ചെകിട്ടത്തും അടിച്ചു. തറയിൽ വീണ ബിൻസിനെ വീണ്ടും മർദ്ദിച്ചു. വെള്ളം ചോദിച്ചപ്പോൾ തുപ്പിയ ശേഷം കുപ്പിവെള്ളം നൽകിയതായി ബിൻസ് പറയുന്നത്. തുടർന്നാണ് ബിൻസ് കഴക്കൂട്ടം പോലീസിലും പ്രിൻസിപ്പലിനും ഒക്കെ പരാതി നൽകിയത്. ഏതായാലും കമ്മിറ്റിയുടെ റിപ്പോർട്ട് ഇന്നലെ കഴക്കൂട്ടം പോലീസിന് നൽകിയിട്ടുണ്ട്. ഈ വിദ്യാർത്ഥികളുടെ അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് പോലീസ് വൈകാതെ കടക്കും. പ്രിൻസിപ്പലിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് റാഗിങ്ങിന് കേസെടുത്തതായി കഴക്കൂട്ടം പോലീസും പറഞ്ഞത്. ഏതായാലും ഇവർക്ക് കേസെടുത്തിട്ടുണ്ട്. ഇനി അറസ്റ്റ് ഉൾപ്പെടെ നടപടികളിലേക്കാണ് പോകേണ്ടത്. നമുക്കറിയാം കോട്ടയത്തെ നഴ്സിംഗ് സ്കൂളിലെ റാഗിംഗ്, അതിനുശേഷം ഇപ്പോൾ അതിന് ഏതാണ്ട് അതേ ദിവസം തന്നെയാണ് ഇവിടെ ഇത്ര ആരോപണം ഉയർന്നത്. പക്ഷെ അതിനൊരു തെളിവ് ആ ഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ആ തെളിവാണ് ആന്റി റാഗിംഗ് സമിതി നൽകിയിരിക്കുന്നത്. CCTV ദൃശ്യങ്ങളുണ്ട് ഈ സംഭവം നടന്നതിന്. അതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെ മൊഴിയുമുണ്ട്. ഈ പ്രതികൾക്ക് ചില രാഷ്ട്രീയ ബന്ധങ്ങളും ഉണ്ടെന്നാണല്ലോ ഈ കുട്ടിയുടെ ആരോപണം. അതിന്റെ വിശദാംശങ്ങൾ എന്താണ് അരുൺ? തീർച്ചയായിട്ടും SFIയുടെ യൂണിറ്റ് റൂമിൽ കൊണ്ടുപോയി തന്നെയാണ് പറയുന്നത്. കേസെടുക്കുമ്പോൾ ആ രീതിയിലേക്ക് വരുമ്പോൾ എന്ന കാര്യമാണ് ഇനി അറിയേണ്ടത്. ഈ യൂണിറ്റ് റൂമിൽ കൊണ്ടുപോയി SFIക്ക് സ്വാധീനമുള്ള ക്യാമ്പസ് തന്നെയാണ്, SFI യൂണിയനുള്ള ക്യാമ്പസ് തന്നെയാണ് കാര്യവട്ടം ഗവൺമെന്റ് കോളേജ്. അതുകൊണ്ട് അവർക്കെതിരെ തന്നെയാണ് വീണ്ടും ആരോപണം ഉയരുന്നത്. അത് ഈ പരാതിയിലും ആ രീതിയിൽ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ഒന്നുകൂടി ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ഏതായാലും SFIയുടെ യൂണിറ്റ് റൂമിൽ കൊണ്ടുപോയി തന്നെയാണ് മർദ്ദിച്ചതെന്ന് ബിൻസിന്റെ മൊഴിയിലുണ്ട്. ബിൻസ് മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോഴും അക്കാര്യം വ്യക്തമാക്കുന്നുണ്ട്. ഈ CCTV ദൃശ്യങ്ങളിൽ ഈ റാഗിംഗ് എന്നുള്ളത് വ്യക്തമാണോ? കാരണം ഈ കുട്ടി പറയുന്നത് ഈ തുപ്പിയ വെള്ളം കുടിപ്പിച്ചു എന്നുള്ള അടക്കമുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനൊക്കെ കൃത്യമായ തെളിവ് ആന്റി റാഗിംഗ് കമ്മിറ്റി കിട്ടിയിട്ടുണ്ടോ? അതിന്റെ അടിസ്ഥാനത്തിലാണ് ആ തെളിവുകൾ CCTVയുടെയും അതുപോലെ കുട്ടികളുടെ മൊഴിയുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് ആന്റി റാഗിംഗ് സമിതി ഇത്തരമൊരു റാഗിംഗ് നടന്നു എന്ന സ്ഥിരീകരണം നടത്തുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസും ഇപ്പോൾ ഇവർക്കെതിരെ കേസ് ചാർജ് ചെയ്തിരിക്കുന്നത്. നിലവിൽ സംഘർഷവുമായി ബന്ധപ്പെട്ട കേസാണെങ്കിൽ പ്രിൻസിപ്പലിന്റെ കൂടി പരാതിയുടെ അടിസ്ഥാനത്തിൽ റാഗിംഗ് തന്നെ പോലീസ് കേസെടുക്കും. ഈ പ്രതികളുടെ അറസ്റ്റ് ഉൾപ്പെടെ കാര്യങ്ങളിലേക്ക് കടക്കും. പ്രതികൾക്കായുള്ള അന്വേഷണവും പോലീസ് ആരംഭിച്ചിട്ടുണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ. 8ഓളം വിദ്യാർത്ഥികളാണ് ഇതിൽ പ്രതികളായിട്ടുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഏതായാലും നേരത്തെ കോട്ടയത്തെ റാഗിംഗ് ഒക്കെ നമ്മുടെ മനസാക്ഷിയെ വല്ലാതെ വിറങ്ങലിപ്പിച്ച ഒരു സംഗതിയാണ്. ഇപ്പോൾ കാര്യവട്ടം ക്യാമ്പസിലും റാഗിംഗ് നടന്നിരിക്കുന്നു. അതിക്രൂരമായ റാഗിംഗ് ആണ് എന്നാണ് മനസ്സിലാകുന്നത്. കുട്ടി അത് വളരെ വ്യക്തമായി തന്നെ
പറയുന്നുമുണ്ട്. എസ് എഫ് ഐക്കാരായ പ്രതികളാണിപ്പോൾ ഇതിലുള്ളത്. SFIയുടെ യൂണിറ്റ് കമ്മിറ്റി ഓഫീസിൽ കൊണ്ടുപോയാണ് ഈ കുട്ടിയെ മർദ്ദിച്ചത് എന്നുള്ള വിവരങ്ങളും ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. VV അരുണാണ് വിവരങ്ങൾ പങ്കുവച്ചത്. നമുക്ക് ലഭിക്കുന്ന വിവരം, തിരുവനന്തപുരം ബാലരാപുരത്ത് കൊല്ലപ്പെട്ട 2.5 വയസ്സുകാരിയുടെ മാതാവ് ശ്രീധുവിനെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. ഇന്നലെയാണ് ശ്രീധുവിനെ കസ്റ്റഡിയിൽ വാങ്ങിയത്. ജോലി വാഗ്ദാനം നൽകി തട്ടിപ്പ് നടത്തിയ കേസിലാണ് ചോദ്യം ചെയ്യൽ. അരുൺ മോഹൻ ചേരുന്നു. അരുൺ, അല്പസമയത്തിനകം അവരെടുത്തുന്നുണ്ട്. ശ്രീധുവിനെ ഇന്നലെ കസ്റ്റഡിയിൽ വാങ്ങി. ശ്രീധുവിനെതിരെ കേസെടുത്തിരിക്കുന്നത് ഇപ്പോൾ ഈ ജോലി വാഗ്ദാനം നൽകി 30 ലക്ഷത്തോളം രൂപ ദേവസ്വം ബോർഡിൽ തട്ടിയെടുത്തു എന്നുള്ളതാണ്. എന്താണ് അരുൺ വിശദാംശങ്ങൾ? രഞ്ജിത്ത്, ബാലരാമപുരത്തെ വിവാദമായ ഒരു തട്ടിപ്പ് കേസിലാണ് ഇപ്പോൾ വീണ്ടും ഈ പറയുന്ന ശ്രീധുവിനെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ ബാലരാമപുരത്ത് 2.5 വയസ്സുകാരിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട തുടർന്നുള്ള അന്വേഷണത്തിലാണ് ഈ കുട്ടിയുടെ അമ്മ കൂടിയായ ശ്രീധുവിനെ തട്ടിപ്പ് കേസിൽ ഇരയാകുന്നത്. ഇപ്പോൾ അറിയാൻ കഴിയുന്നത് ബാലരാപുരം സ്വദേശിയായ രതീഷിന് കളക്ടറേറ്റിൽ ജോലി നൽകാമെന്ന് പറഞ്ഞ് 6 ലക്ഷം രൂപ ആവശ്യപ്പെടുകയും 4 ലക്ഷത്തോളം രൂപ കെക്കലാക്കുകയും ചെയ്ത കേസിലായിരുന്നു ഇപ്പോൾ ഇവരെ അറസ്റ്റ് ഇപ്പോഴത്തെ കേസ്. ഇതുമായി സംബന്ധിച്ചുള്ള ചോദ്യം ചെയ്യലിനാണ് കസ്റ്റഡിയിലുണ്ടായിരുന്ന ഇവരെ വീണ്ടും പോലീസ് ചോദ്യം ചെയ്തു വരുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവർ കൂടാതെ മറ്റൊരു സ്ത്രീയും ഈ പറയുന്ന രതീഷിനുമായിട്ട് വാഗ്ദാനം നൽകിയാണ് പൈസ വാങ്ങിയതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. 4,15,000 രൂപയാണ് വാങ്ങിയിട്ടുള്ളത്. എന്തായാലും ഇവരെ ചോദ്യം ചെയ്തു വരുന്നു എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. ഇന്ന് കസ്റ്റഡിയിൽ തിരികെ നൽകും. ഇവർ 10 ലക്ഷം രൂപ ഈ പറയുന്ന ദേവസ്വം ബോർഡിന് ജോലി വാഗ്ദാനം നൽകി ഷിജു എന്ന് പറയുന്ന ആളിൽ നിന്ന് 10 ലക്ഷം രൂപ തട്ടിയ കേസിൽ ഇവർ കോടതി റിമാൻഡിൽ കഴിയുകയായിരുന്നു. ഇവിടെ നിന്നാണ് ബാലരാമപുരം പോലീസ് ഇപ്പോൾ ഇവരെ കസ്റ്റഡിയിൽ വാങ്ങിയത്. 2 ദിവസത്തെ കസ്റ്റഡി അപേക്ഷയായിരുന്നു പോലീസ് ആവശ്യപ്പെട്ടത്. എന്നാൽ 1 ദിവസത്തെ കസ്റ്റഡി നൽകിക്കൊണ്ട് ഇന്നലെയായിരുന്നു ഇവരെ വിട്ടു നൽകിയത്. ഇന്ന് 5 മണിക്ക് മുമ്പ് കോടതിയിൽ ഹാജരാക്കണമെന്നാണ് കോടതിയുടെ നിർദ്ദേശം. എന്തായാലും ഇവരെ ചോദ്യം ചെയ്തു വരുന്നു. പോലീസ് മറ്റ് എന്തെങ്കിലും തട്ടിപ്പ് നടത്തിയിട്ടുണ്ടോ, വേറെ ആരെങ്കിലും കാശ് വാങ്ങിയിട്ടുണ്ടോ എന്നുള്ള നിരവധി കാര്യങ്ങൾ ചോദ്യം ചെയ്തു വരുന്നു. ഒപ്പം കുട്ടിയുടെ കൊലപാതകവുമായുള്ള ബന്ധം അതിൽ എന്തെങ്കിലും സൂചനകൾ ഉണ്ടോ എന്നൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും സമഗ്രമായി പോലീസ് അന്വേഷിച്ചു വരുന്നതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. രഞ്ജിത്ത്, ശരി. അരുൺ മോഹനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. നെയ്യാറ്റിൻകരയിൽ മോഷണക്കേസ് പ്രതി കഞ്ചാവുമായി പിടിയിൽ. പെരുമ്പഴന്തൂർ സ്വദേശിയായ ശ്യാംകുമാറാണ് പിടിയിലായത്. നെയ്യാറ്റിൻകര, ബാലരാമപുരം, പൊഴിയൂർ സ്റ്റേഷനുകളായി വധശ്രമം ഉൾപ്പെടെ നിരവധി കേസുകളിൽ പ്രതിയാണ് ഇയാളിൽ നിന്ന് സമീപത്തെ ക്ഷേത്രത്തിൽ നിന്ന് കവർന്ന വിളക്കുകളും കാഴ്ചദ്രവ്യങ്ങളും പോലീസ് കണ്ടെടുത്തു. പോലീസിനെ കുറച്ച് മണിക്കൂറുകളിൽ ആശയക്കുഴപ്പത്തിലാക്കിയ ഒരു കേസാണ് ചാലക്കുടി ബാങ്ക് കവർച്ച കേസ്. ഇതിൽ പ്രതി റിജോ ആന്റണിക്കായി അന്വേഷണ സംഘം കസ്റ്റഡി അപേക്ഷ നൽകി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിവരം. അപേക്ഷ ചാലക്കുടി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് നൽകിയത്. ഇന്ന് അത് പരിഗണിക്കും. ഡാനി ഇപ്പോൾ വിവരങ്ങൾ പങ്കുവെക്കും. ഡാനി, പണം ഏതാണ്ട് എല്ലാം റിക്കവർ ചെയ്ത് കഴിഞ്ഞു, തെളിവുകൾ പൂർണ്ണമായും ശേഖരിച്ചു കഴിഞ്ഞു, പ്രതി കുറ്റം സമ്മതിച്ചു. ഇനി മറ്റു നടപടികൾ കൂടിയുണ്ട്. എന്തൊക്കെയാണത്? രഞ്ജിത്ത, ഇന്നിപ്പോൾ പ്രതിയുടെ കസ്റ്റഡി അപേക്ഷ പരിഗണിക്കുന്നുണ്ട്. ചാലക്കുടി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി പരിഗണിക്കുമ്പോൾ അതേസമയം തന്നെ പ്രതിക്ക് വേണ്ടി ജാമ്യാപേക്ഷയും സമർപ്പിക്കുന്നുണ്ട്. ഇന്ന് ജാമ്യാപേക്ഷ പരിഗണനയ്ക്ക് വരുമോ എന്നത് തീരുമാനിച്ചിട്ടില്ല, ഇന്ന് സമർപ്പിക്കതേയുള്ളൂ. പക്ഷേ കസ്റ്റഡി അപേക്ഷ പരിഗണിക്കുന്നുണ്ട്. 5 ദിവസത്തെ കസ്റ്റഡി അപേക്ഷ നൽകിയിരിക്കുന്നു എന്നതാണ്. പോലീസ് ഇതിൽ നിലവിൽ പണമെല്ലാം തന്നെ വീണ്ടെടുത്തുവെങ്കിലും ഇതിലൊരു ഗൂഢാലോചന ഏതെങ്കിലും രീതിയിൽ മറ്റാരെങ്കിലും പങ്കാളികളായിട്ടുണ്ടോ, ഏതെങ്കിലും രീതിയിലൊരു സഹായം ഇയാൾക്ക് ലഭിച്ചിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു പൂർണ്ണ വ്യക്തത വരുത്തേണ്ടതുണ്ട്. അതിനുവേണ്ടി കൂടിയാണ് കൂടുതൽ ചോദ്യം ചെയ്യലും കാര്യങ്ങളും എല്ലാം തന്നെ നടക്കുന്നത്. നിലവിൽ വന്നിരിക്കുന്ന തെളിവുകളും അതോടൊപ്പം എല്ലാം പൊരുത്തപ്പെട്ടു പോകുന്നതാണ്. ഒരാൾ കൂടി ഉണ്ട് എന്ന രീതിയിലേക്ക് കാര്യങ്ങളിലേക്ക്
കണ്ടെത്തൽ ഒന്നും നടത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. എങ്കിലും എല്ലാ സാധ്യതകളും പരിശോധിക്കുന്നു എന്നതാണ്. കാരണം ഇതേപോലൊരു ബാങ്ക് കവർച്ച വളരെ പെട്ടെന്ന് നടത്തി തീർക്കുകയും ഒപ്പം തന്നെ ഈ പോലീസിനെ ഏതാണ്ട് 2 ദിവസത്തോളം ഒരു പിടിയും ഇല്ലാത്ത രീതിയിലേക്ക് ഇയാൾ മാറി നിൽക്കാൻ എല്ലാം തന്നെ കഴിയുകയും ചെയ്തത്. ഇങ്ങനെ ഒരു പ്ലാനിങ്ങും ഇല്ലാതെ വന്ന ഒരാൾ ആ രീതിയിൽ കൈകാര്യം ചെയ്തുകൊണ്ട് പോയതാണ് എന്ന് പോലീസിന് ആ രീതിയിലേക്ക് കണക്കാക്കാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് ഇതിൽ ആരെങ്കിലും ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നത് സംബന്ധിച്ചുള്ളൊരു സംശയം തുടക്കം മുതൽ തന്നെയുണ്ട്. അത് ഒന്നുകൂടി ഉറപ്പിക്കുന്നതിന് വേണ്ടിയാണ്, ഒന്നുകൂടി പരിശോധിക്കുന്നതിന് വേണ്ടിയാണ് കൂടുതൽ ചോദ്യം ചെയ്യലും അടക്കമുള്ള കാര്യങ്ങൾ വരുന്നത്. നിലവിൽ ഇയാൾക്ക് മേൽ ചുമത്തിയിരിക്കുന്ന കുറ്റങ്ങൾക്ക് 13 വർഷം വരെ ശിക്ഷ കിട്ടാവുന്ന കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത്. കവർച്ചയും ഗൂഢാലോചനയും ഭവനവേദന ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇയാൾക്ക് മേൽ ചുമത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ കസ്റ്റഡിയിൽ ഇപ്പോൾ വിയ്യൂരിലേക്കാണ് റിമാൻഡ് ചെയ്തിരിക്കുന്നത്. ഇതിനുശേഷം കസ്റ്റഡിയിലേക്ക് ലഭിക്കുകയാണെങ്കിൽ അതിൽ കൂടുതൽ ചോദ്യം ചെയ്യലടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകും. തെളിവെടുപ്പും കാര്യങ്ങളും എല്ലാം തന്നെ പൂർത്തിയായതാണ്. എങ്കിലും ഇപ്പോഴും സംശയിക്കുന്നൊരു ഘടകം, ആരെങ്കിലും ഇയാൾക്ക് ഒരു സഹായകരമായി പുറത്ത് ഉണ്ടായിരുന്നോ എന്ന സംശയം പോലീസിന് തുടക്കം മുതൽ തന്നെയുണ്ട്. അത് ഇയാളെ ചോദ്യം ചെയ്തതിന് ശേഷം ഇപ്പോഴും അത് അവസാനിച്ചിട്ടില്ല എന്ന് തന്നെയാണ്. ഇയാളുടെ ഫോൺ കോൾ വിശദാംശങ്ങളടക്കം പോലീസ് വീണ്ടും പരിശോധിക്കുന്നുണ്ട്. രഞ്ജിത്ത്. ശരി, ഡാനി പോൾ വിവരങ്ങൾ പങ്കുവച്ചു. പാതിവില തട്ടിപ്പിന് ഇരകളാക്കപ്പെടുന്നവരുടെ പ്രതിഷേധ സംഗമം ഇടുക്കി തൊടുപുഴയിൽ നടന്നു. 350ഓളം ആളുകൾ പങ്കെടുത്തു. തട്ടിപ്പിന്റെ വിഹിതം സംഭാവനയായോ കൈക്കൂലിയായോ കൈപ്പറ്റിയുള്ള മുഴുവൻ ആളുകളിൽ നിന്നും പണം തിരിച്ചുപിടിക്കാൻ നടപടികൾ ഉണ്ടാകണമെന്ന് ഇരകൾ ആവശ്യപ്പെടുന്നു. പാതിവില തട്ടിപ്പിന് ഇരയാക്കപ്പെട്ടവർ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രതിഷേധം ഉയർത്തുന്നതിനിടെയാണ് ഇടുക്കി തൊടുപുഴയിൽ പ്രതിഷേധ സംഗമം നടന്നത്. കരിമണ്ടൂർ കുന്നപ്പിള്ളി ഓഡിറ്റോറിയത്തിൽ ചേർന്ന പ്രതിഷേധ സംഗമത്തിൽ 350ഓളം പേർ പങ്കെടുത്തു. തട്ടിപ്പ് കേസിൽ പങ്കാളികളായിട്ടുള്ള ഉന്നത സ്വാധീനമുള്ള വ്യക്തികൾക്കെതിരെയും നിയമ നടപടികൾ സ്വീകരിക്കണമെന്ന് യോഗം ആവശ്യപ്പെട്ടു. തുടർ നടപടികൾ ചർച്ച ചെയ്ത് തീരുമാനിക്കുന്നതിന് യോഗത്തിൽ ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചു. രക്ഷാധികാരിയായി അഡ്വക്കേറ്റ് ബേസിൽ ജോൺ, ചെയർപേഴ്സണായി ലിസി ബാബു തുടങ്ങിയവരെ തെരഞ്ഞെടുത്തു. ജാതിമത രാഷ്ട്രീയ ചിന്തകൾക്കതീതമായി ജനങ്ങളുടെ പണം തിരികെ ലഭിക്കുന്നതിന് ഒരുമിച്ച് നിൽക്കാനും സാധ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുവാനും യോഗം തീരുമാനിച്ചു. ന്യൂസ് 18 തൊടുപുഴ. പാതിവിൽ തട്ടിപ്പ് കേസിൽ ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിൽ തുടരുന്ന അനന്തു കൃഷ്ണനെ ഇന്ന് ചോദ്യം ചെയ്യും. ഇതിനുശേഷം തട്ടിപ്പ് നടന്ന വിവിധ മേഖലകളിൽ എത്തിച്ച് ക്രൈംബ്രാഞ്ച് തെളിവെടുപ്പ് നടത്തും. നാളെ വൈകിട്ട് അനന്തുവിനെ തിരികെ കോടതിയിൽ ഹാജരാക്കണം. ഡാനി, വിവരങ്ങൾ. രഞ്ജിത്ത്, അനന്തകൃഷ്ണന്റെ കസ്റ്റഡി ഇപ്പോഴുള്ള ക്രൈംബ്രാഞ്ചിന്റെ കസ്റ്റഡി 2 ദിവസത്തേക്കാണ് കസ്റ്റഡി അനുവദിച്ചിരുന്നത്. അത് നാളെ അവസാനിക്കുകയാണ്. ഇതിനു മുൻപ് ഇയാളിൽ നിന്ന് പരമാവധി വിവരങ്ങൾ ശേഖരിക്കുക എന്നതാണ് ക്രൈംബ്രാഞ്ച് ലക്ഷ്യമിടുന്നത്. പ്രത്യേകിച്ച് ഇയാളുടെ ഒരു സാമ്പത്തിക തട്ടിപ്പ് ക്രൈംബ്രാഞ്ച് കഴിഞ്ഞ ദിവസം സമർപ്പിച്ച കസ്റ്റഡി അപേക്ഷയിൽ തന്നെ അത് ഞെട്ടിപ്പിക്കുന്നതാണ്. കാരണം 21 അക്കൗണ്ടിലായി ഏതാണ്ട് 500 കോടിയിലധികം രൂപയുടെ ഇടപാടുകൾ നടന്നു. അതിലേക്ക് നിക്ഷേപങ്ങൾ വന്നു എന്ന രീതിയിലും ഒപ്പം ഇയാളുടെ സോഷ്യൽ ബി വെഞ്ചേഴ്സ് എന്ന അക്കൗണ്ടിലൂടെ ഈ ബുക്കിങ്ങുകൾക്ക് വേണ്ടി മാത്രമായി 143 കോടി രൂപയുടെ പണം സമാഹരിച്ചു നിരവധിയായ ആളുകളിൽ നിന്ന്. അപ്പോൾ ഈ തുകയെല്ലാം ഇയാൾ എവിടേക്കാണ്, എങ്ങോട്ടാണ് കൊണ്ടുപോയത്, ആർക്കൊക്കെ വിതരണം ചെയ്തു എന്നത് സംബന്ധിച്ച് ഇപ്പോഴും ഒരു വ്യക്തതയിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിച്ചിട്ടില്ല. ഇയാൾ അവസാനം ഇയാളുടെ അക്കൗണ്ടുകൾ പരിശോധിച്ചപ്പോൾ ഏതാണ്ട് 4 കോടി രൂപയാണ് അതിലുണ്ടായിരിക്കുകയും ചെയ്തു. അപ്പോൾ ഇത്രയും വലിയ തുക ഏത് രീതിയിൽ വിനിയോഗിച്ചു, എങ്ങനെയാണ് ഇയാൾ ഉപയോഗപ്പെടുത്തിയതെന്നതെല്ലാം തന്നെ അറിയേണ്ടതുണ്ട്. നിലവിൽ വലിയ ആരോപണങ്ങൾ ഉയർന്നിരിക്കുന്നത് പലർക്കും തന്നെ പണം നൽകിയിട്ടുണ്ട്. ഇയാൾ തന്നെ പറഞ്ഞു പല രാഷ്ട്രീയക്കാർക്ക് പണം നൽകിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. പക്ഷേ പേരുവിവരങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ വ്യക്തമാക്കിയില്ല. പലരെയും തന്നെ ആരോപണങ്ങൾ ഉയർന്നവരെ തന്നെ പിന്നീട് ഇയാൾ തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞു അവർക്ക് പണം നൽകിയിട്ടില്ല, ചിലർക്ക് കാര്യങ്ങളിലെല്ലാം തന്നെ പറഞ്ഞു. അങ്ങനെ ചില കാര്യങ്ങളിൽ കൃത്യവും വ്യക്തവുമായ കാര്യങ്ങൾ പുറത്ത് വരേണ്ടതുണ്ട്. അതുകൊണ്ട് ഇയാളെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യുക, ഒപ്പം തന്നെ ഈ അക്കൗണ്ട് ഡീറ്റെയിൽസ്, അത്തരം കാര്യങ്ങളുടെ കൃത്യമായ രേഖകളും കാര്യങ്ങളും എല്ലാം തന്നെ ക്രൈംബ്രാഞ്ച് ശേഖരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ കാര്യങ്ങൾ കൂടി അതിലൊരു ഇയാളിൽ നിന്ന് ചോദിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. ഒപ്പം ഇയാളുടെ ഓഫീസിലെ ജീവനക്കാരുടെ അക്കൗണ്ടുകൾ ഇയാൾ ഉപയോഗിച്ചതായിട്ട് ക്രൈംബ്രാഞ്ചിന് വ്യക്തമായിട്ടുണ്ട്. അവരുടെ അക്കൗണ്ടിലൂടെ പണമിടപാട് നടന്നിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം അവർക്കറിയാവുന്നതാണോ, അവരേതെങ്കിലും സഹായികളായി ഇതിലുണ്ടായിരുന്നോ എന്നതടക്കമുള്ള നിരവധിയായ ചോദ്യങ്ങൾ ബാക്കി നിൽക്കുന്നുണ്ട്. ഇതിനെല്ലാം ഉത്തരം
ക്രൈംബ്രാഞ്ച് കണ്ടെത്തേണ്ടതുണ്ട്. നിലവിൽ സാമ്പത്തിക തട്ടിപ്പ് എന്നതിന് ഒരു ആസ്പദമാക്കിയാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഈ ചോദ്യം ചെയ്യൽ കഴിഞ്ഞ 2 ദിവസത്തിന് ശേഷം ഇയാൾ തിരികെ റിമാൻഡിലേക്ക് പോകുന്നു. ആ സമയത്ത് കൃത്യമായൊരു റിപ്പോർട്ട് കസ്റ്റഡിയിലെ സംബന്ധിയായ കാര്യങ്ങൾ സംബന്ധിച്ചുള്ള ആ റിപ്പോർട്ട് ഇപ്പോൾ കോടതിയിൽ സമർപ്പിക്കും, ക്രൈംബ്രാഞ്ച് സമർപ്പിക്കും. അപ്പോൾ ആ കാര്യങ്ങൾ കൂടുതൽ വ്യക്തത വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഈ പാതിവില തട്ടിപ്പ് സംബന്ധിച്ച വലിയ രീതിയിലുള്ള ഒരു ചോദ്യങ്ങൾ എല്ലായിടത്തും തന്നെ ഉയർന്നിരുന്നു. ഈ പണം ഒരുപാട് പെരുപ്പിച്ചിരിക്കുന്നു, ഇതെങ്ങോട്ട് പോയി എന്നതെല്ലാം സംബന്ധിയായ കാര്യങ്ങൾക്ക് ഇനിയും വ്യക്തതയില്ലാത്തൊരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ എത്തിയത്. കൊച്ചി ഇന്ത്യൻ ഓവർസീസ് ബാങ്കിൽ മലയാളി ബാങ്ക് ഉദ്യോഗസ്ഥന് ജാതി അധിക്ഷേപവും തൊഴിൽ പീഡനവും നേരിട്ട സംഭവത്തിൽ പ്രതിഷേധം കടുപ്പിക്കാനൊരുങ്ങി ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ. സംസ്ഥാന വ്യാപകമായി എല്ലാ ഇന്ത്യൻ ഓവർസീസ് ബ്രാഞ്ചുകളിലും പ്രതിഷേധമറിയിക്കും. ജോലിക്കിടെ മേലുദ്യോഗസ്ഥൻ തനിക്ക് ചായയും മരുന്നും വാങ്ങിക്കൊണ്ടുവരാൻ പരാതിക്കാരനോട് ആവശ്യപ്പെട്ടെന്നും ക്രൂരമായി മർദ്ദിച്ചുവെന്നുമായിരുന്നു പരാതി. സമാനമായ സംഭവങ്ങൾ മറ്റു ജീവനക്കാരും നേരിട്ടിട്ടുണ്ടെന്ന് കുടുംബവും തൊഴിലാളി സംഘടനകളും ആരോപിക്കുന്നു. എറണാകുളം ജോസ് ജംഗ്ഷനിൽ ഉള്ള ഇന്ത്യൻ ഓവർസീസ് ബാങ്കിന്റെ റീജിയണൽ ഓഫീസിലെ ജീവനക്കാരനാണ് പരാതിക്കാരൻ. ഓൺലൈൻ വ്യാപാര തട്ടിപ്പ് സംഘത്തിലെ 2 പേർ പിടിയിൽ. കൊല്ലം റൂറൽ സൈബർ ക്രൈം പോലീസ് കാസർഗോഡ് നിന്നാണ് പ്രതികളെ പിടിച്ചത്. കാസർഗോഡ് സ്വദേശികളായ അജീബ്, ഷുഹൈബ് എന്നിവരാണ് പിടിയിലായത്. വിനീഷ് ചേരുന്നു. വിനേഷ്, എങ്ങനെയാണ് ഇവരുടെ തട്ടിപ്പിന്റെ രീതി എങ്ങനെയായിരുന്നു? ഇവർ എത്ര പേരെ ഇത്തരത്തിൽ കബളിപ്പിച്ചു? ഈ സൈബർ തട്ടിപ്പുകൾ വ്യാപകമാകുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ 2 പ്രതികളെ കൊട്ടാരക്കര സൈബർ പോലീസ് പിടിച്ചതായിട്ടുള്ള ഒരു വാർത്ത പുറത്തു വരുന്നത്. കൊല്ലം റൂറൽ സൈബർ ക്രൈം പോലീസ് അന്വേഷിച്ചു വന്ന 2 ഓൺലൈൻ ട്രേഡിംഗ് തട്ടിപ്പ് സംഘത്തിലെ മുഖ്യ പ്രതികളാണ് ഇവർ. കാസർഗോഡ് നിന്നാണ് ഇവരെ സൈബർ പോലീസ് പിടികൂടിയിരിക്കുന്നത്. കാസർഗോഡ് 19-കാരനായ അജീർ, അതുപോലെ തന്നെ 22 വയസ്സുള്ള അബ്ദുൽ സുഹൈബ് എന്നിവരെയാണ് കൊട്ടാരക്കര സൈബർ പോലീസ് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്ത്. കൊട്ടാരക്കര സ്വദേശിയായ പരാതിക്കാരന് ഷെയർ ട്രേഡിംഗ് കമ്പനി വഴി ലാഭമുണ്ടാക്കി നൽകാമെന്ന വ്യാജ വാഗ്ദാനം നൽകി ഇവർ 81.5 ലക്ഷം രൂപ തട്ടിയെടുക്കുകയായിരുന്നു. അതുപോലെ തന്നെ അഞ്ചൽ സ്വദേശിയായ പരാതിക്കാരിൽ നിന്നും വിവിധ കമ്പനികളുടെ ഓൺലൈൻ ട്രേഡിംഗ് നടത്തി ലാഭം നൽകിത്തരാമെന്ന വാഗ്ദാനം നൽകിയും 13 ലക്ഷം ഈ പ്രതികൾ കൈക്കലാക്കിയ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയാണ് ഈ അബ്ദുൽ സുഹൈബിനെ രണ്ടാമത് പിടികൂടുന്നത്. ഈ ബാങ്ക് ചെക്ക് മുഖേന തട്ടിപ്പ് പണം വിവിധ ബാങ്ക് അക്കൗണ്ടുകൾ വഴി പിൻവലിപ്പിച്ച് ഓൺലൈൻ ട്രേഡിംഗ് തട്ടിപ്പുകൾ നടത്തി വരുന്നതിൽ മുഖ്യ കണ്ണികളാണ് ഇവർ രണ്ടുമെന്നാണ് പോലീസിൽ നിന്നും അറിയാൻ കഴിയുന്നത്. കൊല്ലം റൂറൽ ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരമാണ് സൈബർ പോലീസ് ഇവരെ ഇപ്പോൾ പിടികൂടിയത്. തട്ടിപ്പിൽ ഇനിയും ആൾക്കാരുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. വിനേഷാണ് വിവരങ്ങൾ പങ്കുവച്ചത്. നമുക്കൊരു ന്യൂസ് 8ന്റെ സ്പെഷ്യൽ സെഗ്മെന്റിലേക്ക് പോകാം. ഞങ്ങളുടെ സഹപ്രവർത്തകനായ വീഡിയോ ജേർണലിസ്റ്റ് KP ധനേഷിന്റെ മകൻ ആര്യന്റെ പിറന്നാളാണെന്ന്. ഉണ്ണിക്കുട്ടൻ എന്നാണ് ആര്യനെ എല്ലാവരും വിളിക്കുന്നത്. ആര്യൻകുട്ടന് എല്ലാ ആശംസകളും. സുൽത്താൻ ബത്തേരിയിലെ തൻഹ ഫാത്തിമയുടെ 6ാം പിറന്നാളാണിന്ന്. ആശംസകളുമായി സഹോദരി ഹനാസന, സഹോദരൻ സല്യു എന്നിവരുണ്ട്. ഒപ്പം ന്യൂസ് 18ന്റെ എല്ലാ ആശംസകളും. നമുക്ക് രാവിലെ പൂർണ്ണമാകാനുള്ള സമയമാണ്. ന്യൂസ് 18ൽ ഇനിയും വാർത്തകളുണ്ടാകും, വിശേഷങ്ങളുണ്ടാകും. തുടരുക. നമസ്കാരം.